ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. നിങ്ങൾ ദയവായിട്ട് ഈ ഒരു വീഡിയോ ആദ്യം ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് 100% ഉറപ്പ് തരാം. അപ്പോൾ പറയാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കൂടി ഒരുമിച്ച് ടീമിലിട്ട് കഴിഞ്ഞാൽ ടീം എങ്ങനെയായിരിക്കും ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നത്. BCC നല്ലൊരു സ്ട്രഗിൾ അനുഭവിക്കാൻ സാധ്യതകളുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ടീമിലിട്ട് കഴിഞ്ഞാൽ. ആക്ച്വലി രോഹിത് ശർമ്മ ഈ ഒരു ടീമിൽ സ്പോട്ട് അർഹിക്കുന്നില്ല. നിലവിലെ ഫോം വെച്ചിട്ടാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും. ഞാൻ ഇങ്ങനൊരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിയർ പ്ലെയർ ആവശ്യമാണ്, പക്ഷേ ബെഞ്ച് ഓഫ് സീനിയർ പ്ലെയേഴ്സ് ഈ ഒരു ടീമിൽ ആവശ്യമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് ഈ ഒരു ടീമിൽ സ്പോട്ട് അർഹിക്കുന്നില്ല. ഒന്നുകിൽ രോഹിത് ശർമ്മ അല്ലെങ്കിൽ വിരാട് കോഹ്ലി. അതിൽ ഞാൻ പ്രിഫർ ചെയ്യുക വിരാട് കോഹ്ലിയെ തന്നെയായിരിക്കും. ആൻഡ് ദ തിങ് ഈസ്, ഇവർ രണ്ടുപേരും കൂടി 11 വന്നു കഴിഞ്ഞാൽ 11 എങ്ങനെ പോകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. രോഹിത് ശർമ്മ ഓപ്പണിംഗ് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടെ ജയ്സ്വാളും ഉണ്ടാവും. ജയ്സ്വാളിന് നമുക്കറിയാം നിലവിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് അദ്ദേഹം ഒരു സ്പേസ് അർഹിക്കുന്നുണ്ട്. സോ ജയ്സ്വാൾ, രോഹിത് ശർമ്മ ഓപ്പണിംഗ് കോമ്പിനേഷൻ രണ്ടുപേരായി. ആൻഡ് 1 ഡൗൺ ആയിട്ട് അവിടെ വിരാട് കോഹ്ലി 3 താരങ്ങളായി. സെക്കൻഡ് ഡൗൺ ബാറ്റ്സ്മാനായിട്ട് അവിടെ സൂര്യകുമാർ യാദവ് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത താരമാണ്. തേർഡ് ഡൗൺ ആയിട്ട് ഹർദിക് പാണ്ഡ്യ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത താരമാണ്. ഇപ്പം നിലവിൽ 5 താരങ്ങളായിട്ടുണ്ട്. ആൻഡ് ഫോർത്ത് ഡൗൺ ആയിട്ട് റിങ്കു സിംഗ് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഫിഫ്ത്ത് ഡൗൺ ആയിട്ട് ജഡേജ അല്ലെങ്കിൽ അക്സർ, ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിച്ചേ പറ്റുള്ളൂ. അപ്പം 7 താരങ്ങളായി. 6th ഡൗൺ ആയിട്ട് അവിടെ ഏതെങ്കിലും ഒരു സ്പിന്നർ വേണം, രവി ബിഷ്ണോയ് അല്ലെങ്കിൽ കുൽദീപ്. 8 താരങ്ങളായി. ഇനി 9 എന്ന് പറയുന്നത് 9, 10, 11 എന്ന് പറയുന്നത് 3 സ്പേസ് ബോളേഴ്സാണ്. റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഷമി, ബൂംറ, സിറാജ് ഇവരെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ആണ് ഷമിയുടെ കേസ്. സോ ഇപ്പോൾ 11 താരങ്ങളായി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ അകത്ത് എവിടെ വിക്കറ്റ് കീപ്പർ? അതെ, ഇതിൻ്റെ അകത്ത് എവിടെ വിക്കറ്റ് കീപ്പറിനെ കൊണ്ടുവരും? ഇതിൻ്റെ അകത്ത് ഈ മിഡിൽ ഓർഡറിൽ ആരെ റീപ്ലേസ് ചെയ്യും? റിങ്കുവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ജഡേജയെ അല്ലെങ്കിൽ അക്സറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സൂര്യകുമാർ യാദവിനെയോ ഹർദിക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ആരെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു വിക്കറ്റ് കീപ്പറെ കൊണ്ടുവരും? അതാണ് പറഞ്ഞത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. സോ ഇതിലൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയെ ടീമിലെടുക്കാതിരിക്കുക. ഓപ്പണിംഗ് സ്പോട്ടിൽ അവിടെ കോഹ്ലി അതോടൊപ്പം തന്നെ നമ്മുടെ ജയ്സ്വാൾ കോമ്പിനേഷൻ പരീക്ഷിക്കുക. 1 ഡൗൺ ആയിട്ട് അവിടെ സഞ്ജു സാംസനെ പരീക്ഷിക്കുക. കാരണം സഞ്ജു സാംസനെ പരീക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ സഞ്ജു സാംസൺ കളിക്കും. പക്ഷേ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിയുമ്പോൾ സഞ്ജു സാംസൺ അല്പം ബുദ്ധിമുട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ഒരു 1 ഡൗൺ പൊസിഷൻ പുള്ളിക്ക് അടിപൊളിയാണ്. പക്ഷേ ജിതേഷ് ശർമ്മയെ ആ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റിയില്ല. ജിതേഷ് ശർമ്മ ഭയങ്കര അത്രയ്ക്കും ആ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു പൊസിഷൻ കളിക്കാൻ പറ്റുന്ന താരമല്ല. സോ സഞ്ജു സാംസനെ 1 ഡൗൺ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 3 താരങ്ങളായി. സെക്കൻഡ് ഡൗൺ ബാറ്റ്സ്മാനായിട്ട് അവിടെ സൂര്യകുമാർ യാദവിനെ കൊണ്ടുവരാം. തേർഡ് ഡൗൺ ആയിട്ട് അവിടെ ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാം. ഫോർത്ത് ഡൗൺ ആയിട്ട് അവിടെ റിങ്കു സിംഗിനെ കൊണ്ടുവരാം. ഫിഫ്ത്ത് ഡൗൺ ആയിട്ട് ജഡേജ അല്ലെങ്കിൽ അക്സർ. 6th ഡൗൺ ആയിട്ട് അവിടെ ഒരു സ്പിന്നർ രവി ബിഷ്ണോയ് അല്ലെങ്കിൽ കുൽദീപ്. ആൻഡ് 3 പേസ് ബോളേഴ്സ്. സംഭവം സിമ്പിളാണ്. സോ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം രോഹിത് ശർമ്മയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു താരം അവിടെ വേണ്ടേ എന്നുള്ളത്. എനിക്കത് പറയാനുള്ളത്, കറക്റ്റ് സമയത്ത് നമ്മളൊരു റിലേ മത്സരം ഓർക്കുകയാണെങ്കിൽ റിലേ മത്സരത്തിൻ്റെ ആ ഒരു ടീമിലെ ഒരു അംഗം കറക്റ്റ് സമയത്ത് ആ ഒരു ബാൻഡ് കൈമാറിയില്ലെങ്കിൽ ആ ടീം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അതുതന്നെയാണ് ഇവിടെ സംഭവം. സോ ആ ഒരു ബാൻഡ് കൈമാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു T20യിൽ നിന്ന് രോഹിത്. അത് തുറന്ന് പറയുന്നതിന് മടിയൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും BCC 11 പ്രഖ്യാപിക്കുമ്പോഴും സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കുക, ഹർദിക്കിൻ്റെ പകരക്കാരൻ അവിടെ ഡൂബയാണ്. ഡൂബയോ ഹർദിക്കോ ആരെങ്കിലും ഒരാളെ കളിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ജഡേജ, അക്സർ ഇവരിൽ ആരെങ്കിലും ഒരാളെ കളിക്കുകയുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഫാക്ടർ. മിഡിൽ ഓർഡറിൽ ആരെയും നമുക്ക് പറിച്ചു മാറ്റാനാവാത്ത രീതിയിലാണ് ടീം നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം ഹർദിക്കിൻ്റെ കാര്യം സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ആണ്. അങ്ങനെയാണ് ടീം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ തിരുത്താവുന്നതാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി കുറച്ച് പേർക്ക് ആലോചിക്കാൻ സാധ്യതയുണ്ട്. KL രാഹുലിനെ ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാലൻസ്ഡ് ആവാൻ സാധ്യതയില്ലെന്ന്. ഒരിക്കലും ബാലൻസ്ഡ് ആവില്ല. അത് വിക്കറ്റ് കീപ്പർ പ്ലസ് ഒരു ബാറ്റ്സ്മാൻ ആവില്ല. ഓപ്പണിംഗ് സ്പോട്ടിൽ വേണമെങ്കിൽ KL രാഹുൽ ജയ്സ്വാൾ കോമ്പിനേഷൻ പരീക്ഷിക്കത്തില്ലെന്ന്. പക്ഷേ അവിടെ KL രാഹുലും അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയും കൂടെ ഒരുമിച്ച് ഒരു T20 11 ഇടം അറിയിക്കുന്നില്ല. കാരണം 2 പേരുടെയും റോൾ ഏകദേശം സെയിം ആണ്. ഒരു ആങ്കർ റോള് T20 സ്ക്വാഡിൽ ഒരാൾ മതി. ODI പോലല്ല 1, 2, 3 താരങ്ങൾ ആങ്കർ റോൾ കളിക്കാൻ. ഇത് ODIയോ ടെസ്റ്റോ ഒന്നും അല്ല. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഒരാളെ സ്പോട്ട് അർഹിക്കുന്നുള്ളൂ. അതെന്തായാലും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന വിരാട് കോഹ്ലിക്ക് തന്നെ ആയിരിക്കും. ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ പുള്ളി ആ സ്പോട്ട് അർഹിക്കുന്നുണ്ട്. പുള്ളിയുടെ നിലവിലെ ഫോമും അത് കറക്റ്റ് തന്നെയാണ്. സോറി ഗൈസ്, ഇനി ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഒരു 4-5 പ്രാവശ്യം റെക്കോർഡ് ചെയ്തു. ക്ഷമിക്കണം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.